നമസ്കാരം. ഇപ്പോ പൊട്ടും എന്നു പറഞ്ഞ് അവസാനം BJP പട്ടിക അല്പം മുൻപ് പുറത്തു വന്നു. പട്ടികയിൽ കേരളവും ഉൾപ്പെട്ടു. എന്നാൽ പട്ടികയെ ചൊല്ലിയുള്ള സസ്പെൻസ് തുടരുന്നു. പത്തനംതിട്ട തന്നെയാണ് ആ സസ്പെൻസ്. 14 സീറ്റിലെ മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ പത്തനംതിട്ട ഇടം നേടിയില്ല. സുരേന്ദ്രൻ ഉറപ്പിച്ചെന്ന് പറയപ്പെടുന്ന പത്തനംതിട്ടയ്ക്ക് എന്ത് സംഭവിച്ചു? പത്തനംതിട്ടയെക്കുറിച്ച് തിട്ടമില്ലാത്തതിന് പിന്നിൽ പലതും മണക്കുന്നുണ്ട്. പിള്ളയെ പുറംതള്ളി കെ സുരേന്ദ്രൻ കടന്നുവരുന്നെന്ന് കരുതിയ മണ്ഡലം. എന്നിട്ടും തീരാത്ത തർക്കത്തിന്റെ പ്രതീകമായി തന്നെ BJPക്ക് പത്തനംതിട്ട തുടരുന്നു. തൃശൂരിന്റെ തീരുമാനം തുഷാർ പറയാത്തതുകൊണ്ടാകുമോ പത്തനംതിട്ടയിൽ തീർപ്പാകാത്തത്? അതോ അണിയറയിൽ പുതിയ നീക്കങ്ങൾ നടക്കുന്നോ? പുതിയ പാക്കേജുകൾ തയ്യാറാകുന്നോ? പത്തനംതിട്ടയിൽ പരുങ്ങി പട്ടിക നിൽക്കുന്നത് BJPയിലെ തമ്മിലടി കൊണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് എന്തു പറ്റി? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവും മുൻ മന്ത്രിയുമായ പന്തളം സുധാകരൻ, DYFI സംസ്ഥാന സെക്രട്ടറി A റഹീം, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് എന്നിവർ സൂപ്പർ പ്രൈം ടൈം. പത്തനംതിട്ട ഒഴിച്ചിട്ടതെന്തിന് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിലത്തെ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. BJPയുടെ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 184 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് BJP പാർലമെന്ററി ബോർഡ് സെക്രട്ടറി JP നദ്ദ ഇന്ന് നടത്തിയത്. പത്തനംതിട്ട ഒഴിച്ചിട്ട് കേരളത്തിലെ 13 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനയ, എന്തുകൊണ്ടാണ് പത്തനംതിട്ട ഒഴിച്ചിട്ടത്? പത്തനംതിട്ട ഒഴികെ കേരളത്തിലെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാതിരുന്നത് എന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയ JP നദ്ദയോട് പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ടയിലെ പ്രഖ്യാപനം പിന്നീടുണ്ടാകും എന്നുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം നിലവിലുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പകരം പ്രഖ്യാപനം പിന്നീടുണ്ടാകും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്രഖ്യാപിച്ച പേരുകൾ ഇവയാണ്: തിരുവനന്തപുരത്ത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ, കണ്ണൂരിൽ CK പത്മനാഭൻ, BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ വടകരയിൽ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു കോഴിക്കോട്, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനിയിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ VT രമ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ, കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്ത്, മുൻ കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ, KV സാബു കൊല്ലം. ഈ സീറ്റുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണം തരേണ്ടത് BJP നേതൃത്വം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനവും ഇന്ന് JP നദ്ദ നടത്തുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ തന്നെയാണ് മത്സരിക്കുക. അദ്ദേഹം 2 സീറ്റുകളിൽ മത്സരിക്കും എന്നുണ്ടായിരുന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ അവസാനമായി. അതോടൊപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അദ്ദേഹം ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതും അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിനഗറിൽ നിന്ന്, അദ്വാനിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് അമിത്ഷാ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹം നാഗ്പൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ ഉധംപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കും. ഇതുൾപ്പെടെ 184 സീറ്റുകളിലെ പ്രഖ്യാപനമാണ് BJP ആദ്യ പട്ടികയിൽ നടത്തിയിരിക്കുന്നത്. വിനയ, ഒരു കാര്യം കൂടി, ഈ പത്തനംതിട്ട ഒഴിച്ചിട്ടതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല ബന്ധപ്പെട്ട നേതാക്കന്മാർ. പക്ഷേ BJP വൃത്തങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ എന്താണ്? പത്തനംതിട്ടയിൽ ആദ്യം തന്നെ തർക്കമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിൽ 2 മണ്ഡലങ്ങളാണ് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന 2 മണ്ഡലങ്ങൾ. അതായത്
A+ പട്ടിക എന്ന് പറയുന്ന BJPയുടെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരവും പത്തനംതിട്ടയുമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ശ്രീധരൻ പിള്ള മത്സരിക്കും. അദ്ദേഹം ആ പത്തനംതിട്ടയ്ക്കായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നതാണ്. അത് സംബന്ധിച്ച് വലിയ തോതിൽ തർക്കവും വന്നു. അതിനുശേഷമാണ് ഈ പത്തനംതിട്ട സീറ്റിൽ RSSന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നിരവധി BJP പ്രവർത്തകർ പത്തനംതിട്ടയിൽ സുരേന്ദ്രന് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും ശ്രീധരൻ പിള്ളയ്ക്കെതിരെ വലിയ തോതിൽ ആക്ഷേപവും തെറിവിളികളും ഇത് സംബന്ധിച്ച് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആദ്യം മുതൽ തന്നെ തർക്കസ്ഥലമായിരുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ശ്രീധരൻ പിള്ള ആദ്യം ശ്രമിച്ചത് തിരുവനന്തപുരത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ കുമ്മനം രാജശേഖരൻ വന്നതോടുകൂടി തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ തന്നെ RSS ആവശ്യപ്പെടുകയായിരുന്നു. അതോടുകൂടി തിരുവനന്തപുരം പിള്ളയ്ക്ക് നഷ്ടമായൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന സീറ്റായ പത്തനംതിട്ടയിലേക്ക് പിള്ള പിടിമുറുക്കി. പക്ഷേ അവിടെയും RSSന്റെ ഒരു ഇടപെടലുണ്ടായി. ഇത് സംബന്ധിച്ച് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പത്തനംതിട്ട സീറ്റ് സംബന്ധിച്ച് ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ K. സുരേന്ദ്രൻ വേണമെന്നുള്ള ഒരു ആവശ്യം RSS ഉന്നയിച്ചിട്ടുണ്ട്. K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ RSSന്റെ ഭാഗത്തു നിന്നൊരു സഹായം ഉണ്ടാവുകയുള്ളൂ. ശ്രീധരൻ പിള്ള മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ RSSന്റെ സഹായമോ മറ്റ് സംഘടനാ സഹായമോ ഒന്നും തന്നെ ആ സീറ്റുകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കൃത്യമായൊരു സന്ദേശം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീധരൻ പിള്ള അല്ലെങ്കിൽ K. സുരേന്ദ്രൻ ഒഴികെ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൂടി ആ സീറ്റിലേക്ക് BJP നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിലവിൽ BJP വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും പത്തനംതിട്ട സീറ്റിൽ ആര് മത്സരിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നാളെ BJP കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് നിലവിൽ BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ശബരിമല വലിയ രാഷ്ട്രീയ വിഷയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അത് സസ്പെൻസ് ആക്കി നിലനിർത്തിക്കൊണ്ടാണ് BJPയുടെ ആദ്യ പട്ടിക എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. വിനയാണ് വിവരങ്ങൾ നൽകിയത്. സൂപ്പർ പ്രൈം ടൈം ഇനി ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ MT രമേശ്, അങ്ങേക്ക് നല്ല ബന്ധമുള്ള മണ്ഡലം, അങ്ങ് നല്ല പ്രകടനം കാഴ്ചവെച്ച മണ്ഡലം, ആ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശ്രീ MT രമേശ്, സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ പന്തളം സുധാകരൻ, ഇപ്പോൾ അദ്വാനിയെ പോലെ BJPയുടെ ഒരു സ്ഥാപക നേതാവിന് സീറ്റില്ല എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് പത്തനംതിട്ടയിൽ മുട്ടിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ തീരുമാനമെടുക്കാൻ വൈഷമ്യമൊന്നും ഇല്ല. അത് അദ്വാനിയുടെ കാര്യത്തിൽ തന്നെ വ്യക്തമാവുകയാണ്. പകരക്കാരൻ ആരെയാണ് ബലപ്പെടുത്താൻ പോകുന്നത് എന്നതുമൊക്കെ വ്യക്തമാണ്. രാജ്യസഭയിലേക്ക് വന്ന അമിത്ഷായാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ പ്രാമുഖ്യമുള്ള ഒരു തലവേദനയായി പത്തനംതിട്ടയെ കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്തുകൊണ്ടാകും? അല്ല, ശ്രീ വേണു ഇവിടെ തുടങ്ങിയത് തന്നെ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞാണല്ലോ. ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് പൊട്ടാനുള്ള ഒരു ലിസ്റ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. പിന്നെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരവും അവകാശവും ആ പാർട്ടിക്കാണ്, അത് ഏത് പാർട്ടിയാണെങ്കിലും. അതുകൊണ്ട് BJPയുടെ ലിസ്റ്റ് താമസിക്കുന്നതിനെക്കുറിച്ചോ ആ ലിസ്റ്റിനെക്കുറിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും ഒരു വേവലാതിയുമില്ല. ഞാനൊരു നിർദ്ദേശം വെക്കുകയാണ് ഒരു പത്തനംതിട്ട ജില്ലക്കാരൻ എന്നുള്ളതിൽ. സാക്ഷാൽ അമിത്ഷാ പത്തനംതിട്ട വന്ന് മത്സരിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നെടുങ്കൻ കോട്ട തന്നെയാണ് ശബരിമല ഉൾപ്പെടുന്ന. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ശബരിമല പറയരുതല്ല. ശബരിമല ഒരു പുണ്യ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശബരിമല ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മാരാമൺ ഉൾപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ആ ശബരിമലയിൽ തീർച്ചയായിട്ടും അമിത്ഷാ വരട്ടെ. ഇതിൽ BJP പറഞ്ഞത് ശ്രീധരൻ പിള്ള മനസ്സിൽ കള്ളമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ട് നമ്മളെല്ലാം ചർച്ച ചെയ്താണ്. ആ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അവിടെ മത്സരിക്കാനുണ്ടായിരുന്നു. അത് നടന്നില്ലെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നാളെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അങ്ങനെയൊക്കെ വരാം. രമേശുമായിട്ടുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെന്ന് തോന്നുന്നു. രമേശ്, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. രമേശ്, അങ്ങേക്ക് നല്ല ബന്ധമുള്ള മണ്ഡലം, അങ്ങ് നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു മണ്ഡലം, അവിടെയാണിപ്പോൾ ആകെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ബാക്കി 13 സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി. ഈ സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്നിപ്പോൾ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ പത്തനംതിട്ട എന്തുകൊണ്ട് വന്നില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്.
കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പാകെ, കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ആ പത്തനംതിട്ടയിൽ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തുകൊണ്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളത് സ്വാഭാവികമായും അതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. ഞങ്ങളത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വമായി ബന്ധപ്പെടുകയാണ്. എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്ന ചോദ്യത്തിന് വേണു ഇപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തർക്കമില്ലാതെ, സംശയത്തിനിടയില്ലാതെ ഈ മാതൃഭൂമി ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം BJP കേന്ദ്ര നേതൃത്വം കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് മുമ്പാകെ സമർപ്പിച്ചതിൽ ഒരു പേര് മാത്രമേ ഉള്ളൂ. ആ പേര് തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. രമേശ്, ഇപ്പോൾ തുഷാറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം അവരുടെ പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കാനിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്നിപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന അതേ വേദിയിലിരുന്നാണ് തുഷാർ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീർപ്പാകേണ്ടതുണ്ട്. അത് വെള്ളിയാഴ്ച നിശ്ചയിക്കപ്പെടുമെന്നാണ് പറയുന്നത്, എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ തൃശ്ശൂരിൽ തുഷാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ എന്നത് പത്തനംതിട്ട ഒഴിച്ചിടുന്നതിൻ്റെ ഒരു സാഹചര്യപരമായ കാരണമാകുന്നുണ്ടോ? അല്ല, അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉത്തരം പറയും വേണു? കാരണം തൃശ്ശൂർ സീറ്റ് BDJസിന് കൊടുത്തിട്ടുള്ളതാണ്. ഇന്നലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ BJP മത്സരിക്കുന്ന 14 സീറ്റുകളെ സംബന്ധിച്ച് അവർ പറഞ്ഞിരുന്നു. ഒരു സീറ്റ് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിന് കൊടുത്തു. ബാക്കിയുള്ള സീറ്റുകൾ BDJസിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തൃശ്ശൂർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി തൃശ്ശൂരിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് BDJs ആണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിക്കുമോ എന്ന് BDJs ആണ് തീരുമാനിക്കുന്നത്. ആ സീറ്റ് ഏതായാലും BDJസിന് കൊടുത്തു എന്നാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട ഇന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്നതിനെ സംബന്ധിച്ച് പാർട്ടി കേന്ദ്ര നേതൃത്വത്തോട് ഞങ്ങൾ ബന്ധപ്പെടുകയാണ്. ഇവിടെ രമേശ് ഒരു കാര്യം തുറന്നു പറഞ്ഞല്ലോ, ഒറ്റ പേരേ ഉള്ളൂ അവിടെ എന്ന്. ആ പേര് സുരേന്ദ്രനാണ് എന്നാണ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. പക്ഷേ ഇത്തരമൊരു പ്രതികരണമല്ല ശ്രീധരൻപിള്ളയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം പറയുന്നത് അത് കേന്ദ്ര നേതൃത്വത്തോട് ചോദിക്കണം, അങ്ങനെ പ്രഖ്യാപിക്കാതിരിക്കുന്ന സാഹചര്യം എന്താണ് എന്നറിയില്ല. അങ്ങനെയല്ല രമേശിൻ്റെ പ്രതികരണം. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രതികരണത്തിൽ കാതലായ വ്യത്യാസമുണ്ട്. ശ്രീധരൻപിള്ള അതിനെ ഒരു അവ്യക്തതയുടെ സാധ്യത എന്ന നിലയിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഒറ്റപ്പേരിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിലൊരു സുനിശ്ചിതത്വമുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പലതരം അനഭിലഷണീയ പ്രവണതകളുണ്ടാകാം. അത് പരിഹരിക്കുക എന്നതും ഒരു പാർട്ടി ദൗത്യമാണ്. അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട പ്രഖ്യാപനം നീളുന്നു എന്ന് വിലയിരുത്താമോ? മാത്രമല്ല വിനയ, ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതും രമേശിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് ശ്രീധരൻപിള്ളയും സുരേന്ദ്രനുമല്ലാതെ ചില അനഭിലഷണീയ പ്രവണതകൾ ദേശീയ അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ വന്നതുകൊണ്ടാണ് കേട്ടോ. ഈ രണ്ടു പേരുമല്ലാതെ ഒരു സമവായ സ്ഥാനാർത്ഥിയായി മൂന്നാമതൊരാൾ കൂടി വന്നേക്കാനുള്ള സാധ്യതയും BJP വൃത്തങ്ങൾ തള്ളുന്നില്ല എന്നാണ് പറയുന്നത്. രമേശ്, എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എനിക്കത്തരം സാധ്യതകളെക്കുറിച്ചൊന്നും അറിയില്ല വേണു. കാരണം കേന്ദ്ര നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്നതാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വം ഓരോ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ എനിക്ക് ഇവിടുന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തതിനെ സംബന്ധിച്ചും ഉത്തരവില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ചർച്ചകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും 3 ആൾക്കാരുടെ പാനൽ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു. ഡൽഹിയിൽ വെച്ച് പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ആ പേരുകൾ ഒരു പേരിലേക്ക് വരികയും അത് കേന്ദ്ര പാർലമെൻ്ററി ബോർഡിനെ സമർപ്പിക്കുകയും ചെയ്തു. മിനിയാന്ന് കേന്ദ്ര പാർലമെൻ്ററി ബോർഡ് യോഗത്തിൽ ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പേര് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്നതും അതിന് മറ്റെന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജോലി, കേരളത്തിലെ പാർട്ടി ഘടകത്തിൻ്റെ ജോലി വളരെ ഭംഗിയായി ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിലേക്കും ഒരു പേരിലേക്ക് എത്തിക്കാനും അത് കേന്ദ്ര പാർലമെൻറ്റ് ബോർഡിന് സമർപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അവർ പത്തനംതിട്ട എന്തുകൊണ്ട് ഒഴിച്ചിട്ടു എന്ന് തീർച്ചയായിട്ടും വിശദീകരണം കൊടുക്കേണ്ടി വരുമല്ലോ. കേരള ഘടകത്തോട് പറയേണ്ടി വരും. അതുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മറ്റു കാര്യങ്ങളൊക്കെ ഊഹാപോഹങ്ങളാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സാധിക്കില്ല. ശരി, ശ്രീ എ റഹീം, പത്തനംതിട്ട ഒഴിച്ചുള്ള പട്ടിക വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ BDJസിൻ്റെ പ്രഖ്യാപനത്തോടെ കാത്ത് നിൽക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തവുമായിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങ് ഈ പട്ടികയെ വിലയിരുത്തുന്നത്? നല്ല ഒന്നാന്തരം കച്ചവടത്തിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്ന ലിസ്റ്റാണ്. ഞാൻ വേണു എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ്, ആരാണ് ഈ KV സാബു? അങ്ങ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന മറ്റു ചില പേര്, ഒന്ന് KP പ്രകാശ് ബാബു, ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് ഇപ്പോൾ പറഞ്ഞു കേട്ടു. ഈ KV സാബുക്കാരാ?
അപ്പോൾ ഇന്നലെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ചില മണ്ഡലങ്ങളുണ്ട്. കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ പരസ്പരം കച്ചവട സാധ്യതയുള്ള, BJP കോൺഗ്രസ് സ്വയം തോറ്റുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ, UDFന് വോട്ട് കൊടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒരു പേരായിരുന്നു കൊല്ലം. ആ കൊല്ലത്ത് ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിരിക്കുന്നു. നമ്മളാരും കേട്ടിട്ട് പോലുമില്ലാത്ത മുൻനിര നേതാക്കൾ പലരും മാറി നിൽക്കുന്നു. മറ്റൊരു കാര്യം ഉന്നയിച്ചിരുന്നത് എപ്പോഴും BJPയുമായി നല്ല ആത്മബന്ധം പലപ്പോഴും പുലർത്തി കണ്ടിട്ടുള്ള ശ്രീ K. സുധാകരനാണ് കണ്ണൂരിൽ മത്സരിക്കുന്ന. സുധാകരൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് അനുകൂലമായി നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി വിലപേശൽ നടന്നിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്, കൺഫ്യസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും എന്നെ BJPയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, സമീപിച്ചിട്ടുണ്ടെന്നൊക്കെ. അവിടെ മത്സരിപ്പിക്കുന്നതാരാ? CK പത്മനാഭനാണ്. സ്ട്രോങ് അല്ലേ? പഴയൊരു തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? അത് പക്ഷേ ഈ പറയുന്ന RSSുമായിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിൻചിത്രം. ഒറ്റ സെക്കൻഡ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രമേശിന് തിരുത്താം, ഞാൻ പറയുന്നതിൽ വസ്തുതാപരമായ പിശകുണ്ടെങ്കിൽ കോഴിക്കോട് മുൻപ് CKP നിന്നിട്ടുണ്ടെന്നും അന്ന് ഏതാണ്ട് 1,15,000 വോട്ട് പിടിച്ചിട്ടുണ്ടെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാൾ കണ്ണൂരിൽ മത്സരിക്കുന്നുവെങ്കിൽ ചെറുതല്ലാത്ത ഒരു സ്വാധീനം ഉണ്ടാകില്ല. ഞാൻ പറയാം. CK പത്മനാഭൻ നേരത്തെ പറഞ്ഞ KV സാബുവിൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളല്ല. കാരണം CK പത്മനാഭനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇവരുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആ CK പത്മനാഭൻ ഇവരുടെ മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസിനെല്ലാം തന്നെ ഈ മുഖ്യധാരയ്ക്ക് പൂർണ്ണമായി എന്നേ അനഭമിതനാണ്. അദ്ദേഹത്തെ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സന്ദർഭത്തിലാണോ? എനിക്ക് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. തിരുവനന്തപുരത്ത് അദ്ദേഹം ദയനീയമാം വിധം അദ്ദേഹത്തെ വളരെ ദയനീയമാം വിധം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഒരു ട്രെയിനിൽ കയറി ഇവിടെ നിന്ന് യാത്ര ചെയ്യുകയും അവസാനം ആ ട്രെയിനിൽ പിന്തുടർന്ന ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ട്രെയിനിൽ വെച്ചെടുത്തതൊക്കെ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. ഒരു കാര്യം കൂടി, ശ്രീധരൻപിള്ള അന്ന് ആ തോൽവിയെ പറ്റി പരാമർശിച്ചത് കിടക്കക്കടിയിൽ മൂർഖൻ ഉണ്ടായിരുന്നു എന്നാണ്. അതങ്ങനെ ഭീകരമായ, അതിനുശേഷം അതിനെ തുടർന്നാണ് BJPയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് വോട്ട് കച്ചവടത്തെ തുടർന്നുള്ള തർക്കം ഒരു പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് ആക്രമിക്കുന്നതിലേക്ക് പോയത്. അന്ന് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ KG മാരാർ ഭവൻ അന്ന് ആക്രമിക്കപ്പെട്ടു. അന്ന് ഈ CK പത്മനാഭൻ്റെ പരാജയം, അതിൻ്റെ വോട്ട് ചോർച്ചയെക്കുറിച്ചും മറ്റും അന്വേഷിക്കുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ്റെ തെളിവെടുപ്പ് KG മാരാർ ഭവനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മാരാർ ഭവൻ RSS BJP പ്രവർത്തകർ ആക്രമിച്ചു. അന്നുണ്ടായ വലിയ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ഈ പറയുന്നയാൾ. പിന്നെ ഈ പറയുന്ന നമ്മുടെ VK സജീവൻ അവിടെ വടകരയിൽ മത്സരിക്കുന്നു. എന്തുകൊണ്ട് BJPയുടെ മുൻനിര നേതാക്കൾ ഈ ഗണത്തിൽ നിന്ന് മാറി നിന്നു? വടകരയിൽ VK സജീവൻ മുമ്പ് നിന്നു. 76,000 വോട്ട് കിട്ടി. 76,000 വോട്ട് കിട്ടിയ ആളാണ്. പക്ഷേ കൂടുതൽ ഇപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന്, രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കേന്ദ്രമെന്നും ഏറ്റവും വലിയ ശത്രുവെന്നും പറയുന്നത് എവിടെയാണ്? വടകരയല്ലേ? അങ്ങനെയാണെങ്കിൽ വടകരയിൽ ഏറ്റവും ശക്തനായ ഒരു കാൻഡിഡേറ്റിനെയല്ലേ ഇവർ പിന്നെയും നിർത്തേണ്ടത്? സജീവനേക്കാൾ താരതമ്യേന മുൻനിരയിൽ നിൽക്കുന്ന BJPക്ക് പറയുന്ന അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ ആരെയും പരിഗണിച്ചില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു കാര്യം കാണുന്നുണ്ട്. രണ്ട്, ഈ പട്ടികയെ അല്ല, നിങ്ങളൊരു ശക്തനെ ഇവർ വെച്ചിരിക്കുന്നതായി അംഗീകരിക്കുക കുമ്മനത്തെയാണ് എങ്കിൽ, അല്ല ഒരു സെക്കൻഡ്, കുമ്മനത്തെ ആണെങ്കിൽ, കാരണം അവർ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആളാണല്ലോ, ആ കുമ്മനത്തെ ഇവിടെ നിർത്തി ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ശക്തനെ നിർത്തിയാലും കോൺഗ്രസ് ജയിപ്പിക്കണം, ദുർബലനെ ഈ പറയുന്ന പോലെ ദുർബലനെ നിർത്തിക്കൊണ്ടും കോൺഗ്രസിന് തന്നെ ജയിച്ച കയറണം. ഇതാണ് നിങ്ങൾ ഈ വോട്ട് കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥ. ഒരൊറ്റ കാര്യം, നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് BJPയുടെ സുവർണാവസരമാണ്, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീ പന്തള സുധാകരൻ പറഞ്ഞ കാര്യം, അത് അവർ തന്നെ സമ്മതിച്ചതാണ്. ഇതൊരു സുവർണാവസരമാണ്. ഞാൻ ചോദിക്കുന്നു, ആ സുവർണാവസരത്തിൽ മിസ്റ്റർ MT രമേശ് ഉൾപ്പെടെയുള്ളവർ എന്തിനാ സുവർണാവസരത്തിൽ മാറി നിൽക്കണം? സുവർണാവസരമാണല്ലോ. ആ സുവർണാവസരം എന്ന് പ്രഖ്യാപിച്ച PS ശ്രീധരൻപിള്ള തന്നെ ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി വല്ലാതെ ശ്രമിച്ചല്ലോ. പിന്നെ എന്തിനാണ് മുൻനിര നേതാക്കൾ മാറി നിൽക്കുന്നത്? ഒരു സെക്കൻഡ്, ഇപ്പോൾ PB അംഗങ്ങൾ മത്സരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര തലത്തിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ചർച്ച വരാറുണ്ടല്ലോ. അപ്പോൾ PB അംഗങ്ങളും നിലപാട് പറയാറുണ്ട്, മത്സരിക്കുന്നില്ല. ഇപ്പോൾ ബേബി എന്തിന് പിന്മാറി നിൽക്കണം? പിണറായി വിജയൻ എന്തിനാണ് ഒരു ഘട്ടത്തിൽ പിന്മാറി നിന്നത്? ആ ഘട്ടത്തിൽ VS പറഞ്ഞിരുന്നു മത്സരിക്കുന്നില്ല എന്ന്, പിന്നീട് VS തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ എല്ലാ പാർട്ടികളും നടക്കുന്നത്. പറയട്ടെ, അങ്ങനെ സാമാന്യവൽക്കരിക്കരുതേ. അതുപോലെയാണോ ഈ പാർട്ടി? പത്തനംതിട്ടയിൽ ഫേസ്ബുക്കിലൂടെ അമിത്ഷായുടെ വാളിപ്പോയിട്ട്, സീതാറാം യെച്ചൂരിയുടെ വാളിപ്പോയിട്ട് താഴെ ആരെങ്കിലും ഇവിടെ CPMൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കമൻറ്റ് ചെയ്യുമോ? CPIയിൽ സ്ഥാനാർത്ഥിയാകും? ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. അതുപോലെയാണോ ഇത് ആഗ്രഹിക്കുന്നവരാണല്ലോ വരുന്നത്. ഇവരാരാ വേറെ ആഗ്രഹിച്ച് വരണമല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ കഴിയുന്നതാണല്ലോ. ഇവിടെ അതല്ലല്ലോ. ഇവിടെ തീരുമാനിക്കുന്നത് RSS ആണ്. RSSൻ്റെ തീരുമാനം ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇന്നലത്തെ മലയാള മനോരമയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് എഡിഷൻ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം എത്രയോ ഗ്രാവിറ്റി കൂടുതലുള്ള
ഒരു സ്റ്റോറിയാണ്, ഒരു ആരോപണമാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഞാനത് ആരോപിച്ചില്ലല്ലോ. പക്ഷേ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു അയുക്തി ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ PM മനോജ് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലേഖനം വന്നിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന വോട്ട് കച്ചവടം എന്ന് പറയുന്ന ആ നീക്കത്തെ അംഗീകരിക്കുന്നു, അതിൻ്റെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ട ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തോട് പൊരുത്തക്കേടുണ്ട് ഞാൻ പറയട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ മനോരമ ഓൺലൈനിൽ വന്ന ലേഖകൻ്റെ യുക്തിരാഹിത്യം പരിഹരിക്കാനല്ലല്ലോ ദേശാഭിമാനി പ്രവർത്തിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കോലിബി എന്ന് പറയുകയും ഈ ലിസ്റ്റ് അതിന് പ്രേരകമായി പറയാൻ കഴിയുമെന്ന് പറയുമ്പോഴും നമ്മൾ മാത്രമല്ല, ഇതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള ആരോപണം മലയാള മനോരമയുടെ തന്നെ ഓൺലൈൻ എഡിഷൻ, അവരുടെ ഇംഗ്ലീഷ് എഡിഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ, സംശയങ്ങളെ സാധൂകരിക്കുന്ന പട്ടികയാണ് ഈ വന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമതൊരു ഭാഗം പത്തനംതിട്ട എന്തുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുന്നു എന്നാണ്. BJP തന്നെ പറയുന്നു സുവർണാവസരമാണ്, BJPയുടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സമയമാണെന്നൊക്കെ. എന്താ കാണുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ മോദിയുടെ ഭരണം ഈ കേരളത്തിലെ BJPയെ തകർത്ത് തരിപ്പണമാക്കില്ല. എന്തോ ഒരു വലിയ, ഏറ്റവും വലിയ ഗ്രൂപ്പ് കലഹമല്ലേ, ഏറ്റവും വലിയ ഗ്രൂപ്പ് കലഹമല്ലേ. എന്തൊക്കെയാണ്, ഇത് മാത്രമല്ല എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ ഈ രാജ്യത്ത് നടന്ന, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്ന എല്ലാ അധികാര കച്ചവടത്തിലും കേരളത്തിലെ നേതാക്കൾക്ക് പങ്കുണ്ടായിരുന്നു. പലതരത്തിലാണ്. എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. മെഡിക്കൽ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ ആരോപണങ്ങൾ ഉയർന്നു. ഒരു മിനിറ്റ്. 2, ഇങ്ങനെ തുടങ്ങിയാൽ അത് എത്തി നിൽക്കുന്ന വിഴുപ്പലക്കൽ, അതിൻ്റെ അപജയം, അതിൻ്റെ അപജയത്തിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ ദൗർബല്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനാവസ്ഥ കൂടിയാണ് ഇന്നിപ്പോൾ പത്തനംതിട്ട സീറ്റ് ഒഴിച്ചിട്ട് താങ്കൾ ഈ പറഞ്ഞ പോലെ എത്ര ദിവസം കൊണ്ട് പൊട്ടിക്കുന്നു. മറ്റേ മിഥുനം സിനിമയിൽ നിങ്ങൾ അത് ഇൻട്രോ വായിക്കുമ്പോൾ എനിക്ക് അതാ മിഥുനം സിനിമയിൽ പൊട്ടിക്കാൻ നിൽക്കുമല്ലോ, പൊട്ടിക്കുന്ന പറഞ്ഞല്ലേ, അതുപോലെ എത്ര ദിവസം നിൽക്കുന്നു. വലിയ കേഡർ പാർട്ടി എന്നാണല്ലോ പറയുന്നത്. ഒന്നിനും അവർക്ക് വല്ലാതെ വിധം കേഡർ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നവർ, സ്വയം സേവകരാണ്, മറ്റൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറയുന്നവർ, രാഷ്ട്ര സേവനത്തിന് വേണ്ടി ചെരുപ്പ് പോലും ധരിക്കാതെ നടക്കുന്നവർ, കുടുംബം ഉപേക്ഷിക്കുന്നവർ, എന്തിനാണ് ഈ അധികാരത്തിന് വേണ്ടി ഇത് പറയുന്നതും ഈ അധികാര ഈ യുദ്ധവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ശരി. ശ്രീ പന്തളം സുധാകരൻ, ഇവിടെ ഇപ്പോൾ റഹീം അവതരിപ്പിക്കുന്നത് CPMൻ്റെ ഏറ്റവും ശക്തമായൊരു വാദഗതി തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം അതാണ് ഇപ്പോൾ വോട്ടർമാരോട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവരുടെ ഒരു വാദഗതിക്കൊരു പിൻബലമാകുന്നത് CPM കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ ഈ ലോക്സഭയിൽ ജയിച്ചു വന്നിരിക്കട്ടെ, അവർക്ക് അധികാരം വേണ്ട. ശ്രീ പന്തളം, അവർ ദേശീയ അധികാരത്തിൻ്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നേയില്ല. അപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമാകാതെ ആശയത്തിന് വേണ്ടി മത്സരിക്കുന്ന ഏക പാർട്ടി എന്നിപ്പോൾ കേരളത്തിൽ ചൂണ്ടിക്കാട്ടാവുന്നത് CPMനെയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനെ ജനം വിശ്വാസത്തിലെടുക്കേണ്ട ഒരധിക സാഹചര്യമുണ്ട്. കാരണം നിങ്ങൾ മത്സരിക്കുന്നതും അധികാരത്തിന് വേണ്ടിയാണ്, BJP മത്സരിക്കുന്നതും അധികാരത്തിന് വേണ്ടിയാണ്, CPM മത്സരിക്കുന്നത് കേന്ദ്രാധികാരത്തിന് വേണ്ടിയല്ല. കേന്ദ്രത്തിലൊരു മതേതര ജനാധിപത്യ സർക്കാർ ഉണ്ടാകണം, അതിലവർ ഭാഗഭാക്കാവുകയും ഇല്ല. ഒറ്റ വാക്കുകൊണ്ട്, എന്തൊരു നടക്കാത്ത മനോഹരമായ സ്വപ്നം എന്നൊരു സിനിമ ഡയലോഗുണ്ടല്ലോ, അതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ശ്രീ റഹീം പറഞ്ഞതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. ഇത് മോഡി പിണറായി പാക്റ്റിൻ്റെ ഒരു തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ BJPയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക, കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷമായി BJP എത്തിക്കുക, ആ ഒരു എഗ്രിമെൻ്റ് CPMുമായി മോഡിക്കുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് എനിക്ക് പറയാനുണ്ട്, അതായത് ബഹുമാന്യനായ EMSൻ്റെ കാലഘട്ടം മുതൽ കേരളത്തിൽ നടത്തുന്ന ഒരു പ്രചരണമാണ്, ഒരാരോപണമാണ് യഥാർത്ഥത്തിൽ ഈ BJPയും കോൺഗ്രസും എന്നുള്ളത്. ആ പ്രചരണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വികസന കാര്യങ്ങളെക്കുറിച്ചോ നാടിൻ്റെ നന്മയെക്കുറിച്ചോ ഒരക്ഷരം ഉരിയാടൻ വട്ടപൂജ്യമായതുകൊണ്ട് ഈ കോൺഗ്രസിനെ താറടിക്കാനുള്ള, അതായത് EMS തന്നെ പറഞ്ഞിട്ടുള്ളത്, കോൺഗ്രസിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏത് ശത്രുവുമായി, ഏത് ചെകുത്താനുമായി, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ഏത് ചെകുത്താനുമായി കൂട്ടുപിടിക്കുന്ന തെറ്റില്ലെന്ന് പറഞ്ഞ നമ്മളൊക്കെ ആദരിക്കുന്ന വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ പറയുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഒരു കാര്യം കൂടി, 1977 ഒന്ന് ഓർക്കുക, അന്ന് ഒരു വലിയ സഖ്യമുണ്ടാക്കി. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ സർവ്വകക്ഷികളും, അതിലാരൊക്കെയാണ്? ജനസംഘമുണ്ടായിരുന്നു, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ഭാരതീയ ലോക്ദൾ, അങ്ങനെ അവർ രൂപീകരിച്ച ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയെ
കയ്യും മെയ്യും ഉപയോഗിച്ച് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത പാർട്ടി ആരാണ്? സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ 1989 ബഹുമാന്യ VP സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് എങ്ങനെയാണ്? അന്ന് 197 സീറ്റ് ഒറ്റയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വേണുവിന് അറിയാമല്ലോ. അന്ന് പക്ഷേ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞത് ഈ 197 സീറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കക്ഷികളോടൊപ്പം ഒരു കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയിരുന്നു. അന്ന് VP സിംഗിൻ്റെ നാഷണൽ ഫ്രണ്ടിനെ സഹായിച്ചത് ആരൊക്കെയാണ്? BJPയും, അതായത് ജനസംഘവും, പിന്നീട് CPMുമാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും പ്രഗത്ഭനായ പാർലമെൻറ്ററിയാണ് ഇന്ദ്രജിത് ഗുപ്ത, ആഭ്യന്തര ഉപമന്ത്രിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊന്നും നമ്മൾ മറക്കരുത്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമാക്കി കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഗൂഢാലോചനയാണ്. പിന്നെ മറ്റൊന്ന്, ബഹുമാന്യനായ റഹീമിനോട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ദേശീയ തലത്തിൽ നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ്? BJP ആണോ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ സ്റ്റാലിനേക്കാൾ വലിയ ഏകാധിപതിയായി, ഹിറ്റ്ലറേക്കാൾ വലിയ ഏകാധിപതിയായി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ എല്ലാവരും ഇവിടെ തന്നെ പറയാറുള്ളത് 2019 കഴിഞ്ഞ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളൊരു ഒരു ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ്റിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ജനാധിപത്യ മതേതര ശക്തികളും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാടല്ല CPM സ്വീകരിക്കുന്നത്. ഇവിടെ എനിക്കതിലൊരു സന്തോഷമുള്ളത്, പല ഘട്ടങ്ങളിലും CPI, അതായത് 1977 ഉൾപ്പെടെ ഉള്ള പല കാലഘട്ടത്തിലും CPI രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആണല്ലോ പറയുന്നത് കോബീലി സഖ്യം 5 മണ്ഡലങ്ങളിൽ എന്നൊക്കെ പറയുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ റഹീം തന്നെ പറഞ്ഞല്ലോ അപ്രധാനന്മാരായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ഇവിടെ ശശി തരൂർ തെരഞ്ഞെടുപ്പിന് ആദ്യം മത്സരിക്കുമ്പോൾ നിർത്തിയ ബെന്നറ്റ് എബ്രഹാം ഏത് പ്രസിദ്ധനായിരുന്നു? അതിനു മുമ്പ് LDF നിർത്തിയ വിജയമ്മ ഏത് പ്രസിദ്ധനായിരുന്നു? അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തമുണ്ട്. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ട. പ്രസിദ്ധനെ ഇപ്പോൾ വടകരയിൽ കുപ്രസിദ്ധനായ സ്ഥാനാർത്ഥിയും സുപ്രസിദ്ധനായ സ്ഥാനാർത്ഥിയും അല്ലേ അവിടെ മത്സരിക്കുന്നത്? അവിടെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ തറപറ്റിക്കുക എന്നുള്ള ആ ഒരു ചിന്ത ദയവായി ഇപ്പം വെസ്റ്റ് ബംഗാളിൽ അവിടെ സഖ്യം വേണ്ടെന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള അജണ്ടയല്ലാതെ മറ്റൊന്നുമില്ല. മാത്രമല്ല, ബഹുമാനെ കോടിയേരി കഴിഞ്ഞ ഈ നമ്മുടെ 50ഓളം നമ്മുടെ 50ഓളം ജവാന്മാരെ കൊല്ലപ്പെട്ട ആ ഭീകരാക്രമണം നടന്നപ്പോൾ വാർത്താമാധ്യമങ്ങളുടെ ബഹുമാനെ കോടിയേരി പറഞ്ഞെന്തറിയോ? നമ്മൾ പാകിസ്ഥാനുമായി ഒരു ചർച്ച നടത്തി അമിക്കബിളാക്കിയിടുന്നു. അതുപോലെ ഈ ലോകം മുഴുവനും ഒരേപോലെ UN ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഭീകരനെ എന്താണ് കയ്യാമം വെക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ കോടിയേരിയുടെ മാതൃഭൂമിയായ ചൈനയെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഭീകരനെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്തും ഇന്ത്യയോട് ഒരു കൂറില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പന്തളം, കേരളത്തിൽ CPM മത്സരിക്കുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ CPM മത്സരിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനാണോ? അതാണ് കാരണം. ശകനം മുടക്കികൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിനുള്ളൊരു ശ്രമമാണ്. ഇവിടെ CPM ഇവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ MP-മാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ശരി, കോൺഗ്രസിന്റെ MP-മാരുടെ എണ്ണം കുറച്ച് ഏത് മേഖലയെ, ഏത് ധാരയെ ശക്തിപ്പെടുത്താനാണ് അവർ നോക്കുന്നത്? BJPയെ ശക്തിപ്പെടുത്താൻ. ഒരു സംശയം വേണ്ട. ഞാൻ പറയട്ടെ, KG-മാരാര് പണ്ട് മായാവതിയും അഖിലേഷ് യാദവും സഖ്യം ചേർന്ന് നിങ്ങളെ ദുർബലപ്പെടുത്തി UP-യിൽ നീങ്ങുന്നത് BJPയെ ശക്തിപ്പെടുത്താനാണോ ശ്രീ പന്തളം? അല്ലല്ലോ. അല്ല, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസ്യതയെങ്കിലും, നിങ്ങളെ ഏതാണ്ട് 2004 ഈ കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ നിർണായക പങ്ക് വഹിച്ച, വിശ്വസ്തരായി നിന്ന, 2009 വരെ 2007 വരെ വിശ്വസ്തരായി നിന്ന ഇടതു പാർട്ടികൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തുകൂടെ? അതോ അന്നും നിങ്ങൾ CPIയെ മാത്രമാണോ വിശ്വസിച്ചത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിപ്പോൾ 2004 ദേശീയ തലത്തിൽ അല്ലല്ല. എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ SP BSP സഖ്യം BJP വിരുദ്ധമല്ല, BJPയെ ശക്തിപ്പെടുത്താനാണെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ എവിടെ ആകെ 2 മണ്ഡലമല്ലാതെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണല്ലോ. അല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മായാവതി ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും അഖിലേഷ് യാദവ് ആയാലും ശ്രമിക്കുന്നത് അവരൊക്കെ പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികവും അവരുടെ രാഷ്ട്രീയ ശത്രു CPM അല്ല, കോൺഗ്രസ് ആണ്.
കാരണം ദേശീയ തലത്തിൽ CPM അങ്ങനെ ഒരു അവർക്ക് പ്രധാനമന്ത്രിയാകാൻ സർ, അവർക്ക് പ്രധാനമന്ത്രിയാകാനുള്ള മോഹത്തിന്റെ പേരിലെങ്കിലും അവരെ BJP വിരുദ്ധർ എന്ന ഗണത്തിൽപ്പെടുത്തുന്ന നിങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിയാകാനല്ല മന്ത്രിയാകാൻ പോലും മോഹമില്ലാത്ത CPM-നെ കടുത്ത ശത്രുവായി കരുതുന്ന അല്ല, അതൊരു ഗവേഷണം തന്നെ നടത്തേണ്ടി തോമസ് ശരി ശരി ഞാൻ അങ്ങേലേക്ക് വരാം. സത്യം പറഞ്ഞാല് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇവിടെ ശശി തരൂരിനെ പോലെയുള്ള മിടുക്കന്മാരായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി CPM BJP പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശരി, അതാണ് രാജ്യസ്നേഹം. ശരി, ശ്രീ MD രമേശ്, ഇവിടെ റഹീമിന്റെ വിലയിരുത്തൽ കണ്ടല്ലോ. കോടിയേരി എന്താണോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. ചൂണ്ടിക്കാട്ടിയ രണ്ട് പേരുകൾ, ഒന്ന് ഈ പറയുന്ന സാബു ആരാണ് എന്നാണ് ചോദിക്കുന്നത്, മറ്റൊന്ന് CKP. വളരെ ദുർബലമായൊരു പ്രകടനം തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ. എത്ര പടി മുൻപ് ഒന്നിലധികം തവണ രാജഗോപാൽ മികച്ച പ്രകടനം നടത്തിയ അതേ മണ്ഡലത്തിൽ CKP വളരെ ദാരുണമായ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ കണ്ണൂരിൽ ഈ സുധാകരനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി CK പത്മനാഭനെ വെച്ചിരിക്കുന്നുവെന്നും പ്രേമേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി ആരും കേൾക്കാത്തൊരു സാബുവിനെ ഇറക്കിയെന്നും റഹീം പറയുകയാണ്. അതിനുള്ള മറുപടി വേണു, ഒന്ന് BJP സ്ഥാനാർത്ഥികൾക്ക് ഏതായാലും റഹീം മാർക്കിടണ്ട. റഹീമിൻ്റെ മാർക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല, ജനങ്ങളാണ് മാർക്കിടേണ്ടത്. റഹീമിന് ആരായത് അധികാരം കൊടുത്തത്? ഒന്ന് ആരാണ് KB സാബു എന്ന് ചോദിച്ചല്ലോ. ഞാൻ റഹീമിനെ പറഞ്ഞുതരാം. KB സാബു ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒന്ന്. രണ്ടാമത്, ഈ ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോടാണ് ചോദിച്ചത്. ആരാണ് അൻവർ എന്ന് ചോദിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ ആളുകൾ, ആരാണ് അബ്ദുറഹിമാൻ ചോദിച്ചിട്ടുണ്ട് താനൂരിലെ ആളുകൾ. ആരായിരുന്നു അവർ CPM ആയിരുന്നു. അവർ കച്ചവടക്കാരല്ലേ? നിങ്ങൾ അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ സ്ഥാനാർത്ഥികളാക്കി. ഈ പ്രാവശ്യം വീണ്ടും അതേ അൻവറിനെ നിങ്ങൾ പൊന്നാനി കൊണ്ടുപോയി നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടിയറിഞ്ഞിട്ടാ. എന്തിനാ നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് SFI-കാരനെ കൊണ്ടുപോയി മത്സരിപ്പിച്ച? റഹീമിന് മത്സരിക്കായിരുന്നില്ലേ? DYFI സംസ്ഥാന സെക്രട്ടറി അല്ലേ? എന്തേ റഹീം മത്സരിച്ചില്ല? എന്തേ മാറുന്നു? എന്തിനാ നിങ്ങൾ ചാലക്കുടിയിൽ സിനിമക്കാരനെ കൊണ്ടുപോയത്? നിങ്ങൾക്ക് CPM-കാർ കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാർ ചോദിക്കുന്നുണ്ട്. തൽക്കാലം BJP-യുടെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിക്കുന്ന പകരം നിങ്ങളുടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ സാധിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് CPM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്നില്ല? നിങ്ങൾക്ക് മത്സരിക്കാമല്ലോ. ഞാൻ ഇന്നലെയും റഹീമിനോട് ചോദിച്ചല്ലോ, എന്തിനാ ദിവാകരൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ ബോധപൂർവ്വം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത്? അവിടെ മത്സരം ശശി തരൂരും കുമ്മനും തമ്മിലാണല്ലോ. അവിടെ BJP-യും UDF-ഉം തമ്മിലാണ് മത്സരം. നിങ്ങൾ വളരെ പിറകിലാണ്. അവിടെ നിങ്ങൾ 3-ാം സ്ഥാനത്താണ്. നിങ്ങൾ ആ 3-ാം സ്ഥാനത്തുള്ള നിങ്ങൾ അവിടെ ശശി തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആരോപണ വിധേയനായിട്ടുള്ള, നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ മാർക്കണം. പിന്നെ CKP-യെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റഹീമിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. CKP ആരാണ് എന്ന് റഹീമിന് അറിയില്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോടോ ബഹുമാനപ്പെട്ട പിണറായി വിജയനോടോ ചോദിച്ചാൽ മതി. അല്ലാതെ ചോദിച്ചാൽ മതി. CKP അറിയില്ല, സംസ്ഥാന സെക്രട്ടറി അറിയില്ല. റഹീമിനെ അറിയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ റഹീമിനെ നാട്ടുകാർക്കറിയാം. BJP നിർത്തിയത് ഏതായാലും കച്ചവടക്കാരെ നിർത്തിയിട്ടില്ല. BJP ഏതായാലും പൈസ ഉള്ള ആളെ നിർത്തിയിട്ടില്ല. BJP ഏതായാലും സിനിമക്കാരെ കൊണ്ടുപോയി നിർത്തിയിട്ടില്ല. ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകന്മാരെ തന്നെയാണ്, പാർട്ടി നേതാക്കന്മാരെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാർക്കിടണ്ട. നിങ്ങളെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ഉന്നയിക്കുന്ന പരാതിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ആളുകളുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചു. എങ്ങനെയാണ് VS അച്യുതാനന്ദൻ കേരളത്തിൽ സ്ഥാനാർത്ഥിയായത്? മലമ്പുഴയിൽ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം VS അച്യുതാനന്ദന്റെ പേരുണ്ടായിരുന്നില്ലല്ലോ. VS അച്യുതാനന്ദന് വേണ്ടി കേരളത്തിൽ ഞങ്ങളെക്കാൾ വലിയ കേഡർ പാർട്ടിയാണല്ലോ നിങ്ങളുടെ പാർട്ടി. പിണറായി വിജയൻ കണ്ണൂരിട്ടി കഴിഞ്ഞാൽ ബാക്കി എല്ലാ CPM-കാരും അടിയിലൂടെ മൂത്രമൊഴിച്ചു പോകുമെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ നിങ്ങളുടെ പാർട്ടി. എന്നിട്ട് AKG ഭവന്റെ മുമ്പിൽ വന്നുകൊണ്ട് VS അച്യുതാനന്ദന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് റഹീമിന് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ ആളുകളൊന്നും മറന്നിട്ടൊന്നുമില്ല റഹീമേ. അതൊക്കെ CPM-ൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. പിന്നെ നിങ്ങൾ വേണം ചോദിച്ച മൂന്നാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. CPM-ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇല്ല എന്ന് ആര് പറഞ്ഞു? CPM-കാരനല്ല എന്നേ ഉള്ളൂ. CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. മറീന ബീച്ചിലെ റാലിയിൽ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇതാ കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ അൻവർ പറഞ്ഞല്ലോ, ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാനാണ്, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. അപ്പൊ CPM-ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉള്ളത് രാഹുൽ ഗാന്ധിയാണ്. പന്തളം സുധാകരന്റെ പാർട്ടിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പും മടിയും കൂടാതെ കേരളത്തിലെ ജനങ്ങളോട് BJP-യും കോൺഗ്രസുമാണ് സഖ്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്രയോ മുമ്പ് പറഞ്ഞു പോയതാണ് റഹീമേ.
മറ്റെന്തെങ്കിലും മാറ്റിപ്പിടിക്ക്, വേറെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറ. നിങ്ങൾ CPM-ഉം കോൺഗ്രസും തമ്മിലുണ്ടാക്കുന്ന അവിശുദ്ധമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഉള്ളറകൾ പുറത്തു വരുമ്പോൾ അതിൽ മറയിടാൻ വേണ്ടി BJP-യുടെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട. ഞങ്ങൾ മത്സരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ വികാരം കേരളത്തിലും ഇന്ത്യയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ്, എന്നിട്ടും നിങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി ഒരുമിച്ച് പോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് BJP-യുടെ തലയിലേക്ക് ചേരേണ്ട. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാർക്കിടുകയും വേണ്ട, അത് ജനങ്ങൾ മാർക്കിട്ടോളും. നിങ്ങൾ നിർത്തിയിട്ടുള്ള വലിയ പ്രമാണിമാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ 3-ാം സ്ഥാനത്തേക്ക് പരാജയപ്പെടുത്തിയ ചരിത്രം BJP-ക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് നിങ്ങളുടെ വലിയ നേതാവായിരുന്നില്ലേ, DYF-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നില്ലേ, റഹീമിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? 3-ാം സ്ഥാനത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് റഹീമെ. അതുകൊണ്ടാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാർക്കിടുകയും വേണ്ട. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്.